ടി സിദ്ദിഖ് MLA-ക്കെതിരെ കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് രംഗത്തെത്തിയിട്ടുണ്ട്. അപകട സമയത്ത്, അതായത് ഇന്നലെ ഈ മെഡിക്കൽ കോളേജിലുണ്ടായ ഈ അപകട സമയത്ത് MLA ഔചിത്യബോധമില്ലാതെ പെരുമാറി എന്നാണ് ആരോപണം. രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കേണ്ട സമയമല്ലെന്നും മരണകാരണം അപകടമാണോ എന്ന് ആശുപത്രി അധികൃതരാണ് വ്യക്തമാക്കേണ്ടതെന്നും ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് പറഞ്ഞു. സമീർ സി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് കൂടി ചേരുകയാണ്. ഈ സംഭവത്തെ എങ്ങനെയാണ് കാണുന്നത്? ഒപ്പം തന്നെ MLA-യുടെ ഈ പ്രതികരണത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ സംഭവം കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊരു വാർത്ത നമ്മുടെ ഒന്നും ഒരു അനുഭവത്തിലുണ്ടായിട്ടില്ല. അത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ അത്യാധുനിക സൗകര്യത്തോട് കൂടിയിട്ടുള്ള പുതിയൊരു ബ്ലോക്കാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു ചികിത്സാ കേന്ദ്രത്തിൽ വളരെ അസാധാരണമായിട്ടുള്ള സംഭവം ഉണ്ടായി. ആ അപകടത്തെ തുടർന്ന് തീപിടുത്തമുണ്ടായി. അത് കൂടുതൽ വ്യാപിക്കാതെ കൂടുതൽ ആളുകളെ രക്ഷപ്പെടുത്താനോ സംഭവങ്ങളുണ്ടാതിരിക്കാനുള്ള ഒരു ശ്രമത്തിനിടയിൽ MLA എന്ത് ഉദ്ദേശത്തിലാണ് ഒരു ദാരുണമായ സംഭവം നടന്നപ്പോൾ ഇവിടെ ഒരു ആക്ഷേപമായിട്ട് ഉന്നയിക്കപ്പെട്ടത്, അതാണല്ലോ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. വളരെ മോശമാണ്. നമ്മുടെ നാട്ടിൽ വിമാന അപകടം ഉണ്ടാകാറുണ്ട്, തീവണ്ടി അപകടം ഉണ്ടാകാറുണ്ട്, പല ദുരന്തങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാകാറുണ്ട്. ഓരോ ഘട്ടത്തിലും ആ ദുരന്ത സമയത്ത് ഒരിക്കലും ഒരു ഉദ്ദേശവും വെച്ച് സാധാരണ പൊതുപ്രവർത്തകർ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ സംഭവം നടന്ന ആ ഘട്ടത്തിൽ ഉന്നയിക്കപ്പെടേണ്ട ആശയമല്ല ശരിക്കും. അത് കൂടുതൽ പരിശോധിക്കട്ടെ. ഇപ്പോൾ കൂടുതൽ അപകടത്തിലേക്കും മറ്റുള്ള ആളുകളെ ഈ പ്രശ്നങ്ങൾ ബാധിക്കാതിരിക്കാനുമുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ നടത്തിയ പോലെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഒന്നിച്ചു നിൽക്കാന്നുള്ളതാണ്. അപ്പോൾ ഒരു പൊതുപ്രവർത്തകർ കാണിക്കേണ്ട മര്യാദയുണ്ട്. ആ സന്ദർഭത്തിൽ ഒരിക്കലും മറ്റൊരു ഉദ്ദേശത്തോടുകൂടി ആക്ഷേപം ഉന്നയിക്കേണ്ട സമയമല്ല ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിലും എല്ലാവരും ചേർന്ന് നടത്തുന്ന പ്രവർത്തനത്തിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ: കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ അപകടമില്ലാത്ത സ്ഥിതി നിലനിർത്തുക. അത് ഏതൊരു അപകടത്തിലും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത്തരത്തിൽ MLA-മാരും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ആ സന്ദർഭത്തിൽ ഉന്നയിക്കേണ്ട ആക്ഷേപമല്ല ഇവിടെ MLA ഉന്നയിച്ചിരിക്കുന്നത്. നാടിനെ നടുക്കിയ ഒരു സംഭവം തന്നെയാണ് മെഡിക്കൽ കോളേജിലുണ്ടായിട്ടുള്ള തീപിടുത്തം അണക്കാൻ കഴിഞ്ഞെങ്കിലും പിന്നീട് ഏറെ നേരം പുക നിലനിന്നു. അതാണ് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് ഷിജു ചവറയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ. അതിൽ കൂടുതലായിട്ടുള്ള വാർത്തകൾ, റിപ്പോർട്ടുകളൊക്കെ വരും മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്യുന്നു.